ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈസി പിസ്സ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുക്കുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു സ്പൂൺ ഷുഗറും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 2 ഗ്ലാസ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പാണ് അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഈസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക. അത് നല്ലോണം കുഴച്ച് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ബോളായിട്ട് കഴിഞ്ഞിട്ട് അതൊരു ബോളാക്കിയിട്ട് നമ്മൾ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം കുഴച്ചിട്ട് പുറത്ത് കുറച്ച് നേരം വെക്കുക, മാറ്റിയിട്ട്. അത് മാറ്റി കുറച്ച് നേരം വെക്കണം. അതിന് ശേഷം അത് പുറത്തോട്ടിടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാട്ടോ വരിക. എന്നിട്ട് നമ്മളത് ഒരു ഫോർക്ക് വെച്ചിട്ട് കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കുക. എന്നാലും നമ്മളിടുന്ന സോസും പെപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോവുള്ളൂ. അതിന് ശേഷം ഒരു സ്പൂൺ സോസ് എടുക്കുക. എന്നിട്ട് എല്ലായിടത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തോട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് റെഡ് ക്യാപ്സിക്കവും പിന്നെ ഗ്രീൻ ക്യാപ്സിക്കമാണ്. നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഞാനതിലിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒന്നും കൂടി സോസ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാനിവിടെ 3 സ്ലൈസ് ഓഫ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് നമ്മളുടെ എയർ ഫ്രയറിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണെങ്കിൽ നിങ്ങൾ 15 മിനിറ്റ്സാണ് വെക്കേണ്ടത്. അതിന് ശേഷം നിങ്ങളതെടുത്ത് വായിലോട്ട് വെക്കുക. പൊളി ടേസ്റ്റ് ആട്ടോ ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.